പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഫാമിലിയും കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഞങ്ങളുടെ പഴയ വീട്ടിലേക്കൊക്കെ പോയിട്ട് അവിടെ കുറച്ച് കുക്കിങ്ങും പരിപാടികളും കുറച്ച് എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് കൂളാകാമെന്ന് വിചാരിച്ചു. അപ്പം ആ വീഡിയോസ് എല്ലാം നിങ്ങളെയും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വീടിപ്പോ ഇടിഞ്ഞ് വീഴും. അത് ഉള്ളിൽ കയറുമ്പോ സൂക്ഷിച്ച് കയറണേ. നിങ്ങൾ കാണുന്നത് എന്നതാ ഒന്നും അറിയത്തില്ല. നമ്മളിപ്പം നമ്മുടെ പറമ്പിൽ വന്നതാണ്. ഇപ്പയും ചക്കയൊക്കെ റെഡിയാക്കും. അപ്പം നമ്മളുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. അവരിത് കൽഗത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ കെട്ടിയവൻ. ചെന്നെ ഒന്ന് നോക്കടാ. അഭിനയൊരു ഹായ് തന്നേടാ. ചെന്നെ ഒരു ലുക്ക് താടാ. ചക്ക വെട്ടുന്ന എന്റെ ഈശ്വര, പെട്ടെന്ന് അസുഖം അറിയത്തില്ലല്ലേ. ഇതൊക്കെ അരി പോലും ഇടാനില്ലെങ്കിൽ മത്സരമൊന്നുമല്ല, ഞാൻ ജയിച്ചേ. ഇത് നേരത്തെ എടുത്ത സാധനം കേട്ടോ. ഇങ്ങനെയാണ് ചക്ക പറിക്കുക. ആദ്യം നടുവേ മുറിക്കുക, വീസാക്കുക. തണ്ണിമത്തം ചെറുത് മേടിച്ചിട്ട് വരാൻ മേടിച്ച് 10 കിലോയുള്ള തണ്ണിമത്തം മേടിച്ചിട്ട് നിൽക്കും. അഭി പസി കഴിഞ്ഞു ബാക്കിയല്ലായി കൂടി വെച്ചോ. ഒരു ടാറ്റ തന്നെ കുഞ്ഞാപ്പി. സമയമായിടി ഉറങ്ങുന്ന സമയമായോ? നമ്മുടെ ചുണ്ടിന് വാവാൻ വേണം. അതെന്താ ഒന്നും തെറിച്ചു പോയിതാ. അവിടെ തന്നെ കയറ്റി ഞാൻ ഈ വോയിസ് ഇടുവാ.
അതൊക്കെ കീറണം. അതെ മൂസേ, മൂസ താഴെ അല്ലെ രാവിലെ വിളിച്ച ഒരിക്കലും കേൾക്കുന്ന ആളല്ല. 5:15 കുർബാനയ്ക്ക് പോവാന്ന് പറഞ്ഞ് വിളിച്ചപ്പോ കപ്പ വളച്ചിരിക്കുകയാണ്. ഉപ്പോടെ തട്ടിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഇതിനെ നമ്മൾ സെറ്റപ്പാക്കും. ജാഗ്രത. നേരത്തെ അഞ്ചിരി ഉണ്ടാവും. അതിനെ കത്തി അങ്ങനെ വെച്ചേക്കുന്നത് അങ്ങനെയാണോ അരക്ക് കളയണ്ടേ? അങ്ങനെയും പോവും പെട്ടെന്ന്. തുണി വെച്ച് തുറച്ചാൽ തവള കഴിഞ്ഞിട്ടില്ല. ഇതെന്താണ് ഈ ഫുഡിന്റെ ലോഗോ? ഇരിക്കട്ടെ ഏട്ടാ അങ്ങോട്ട്. മസാല ഇട്ടാ ഇത് കത്തിച്ചിരിക്കുമ്പോൾ നേരെ തിരികെ ഞാൻ അവിടെ ഇരുന്ന് മതി വയ്യാറ്. അങ്ങനെ നമ്മളുടെ കറി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. തിളച്ചുകൊണ്ടിരിക്കുകയാണ് കറി കേട്ടോ. കുറച്ചും കൂടെ വേവാനുണ്ട് കേട്ടോ. വെന്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടെ കൂട്ടിട്ട് കഴിക്കാം. കുറച്ചൊന്ന് പൊക്കി തരുമായിരുന്നെങ്കിൽ എനിക്ക് ഉപകാരമായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കപ്പയും ഇതെല്ലാം കൂടെ കഴിച്ചാൻ പോവാണ്. ആദ്യം നമുക്ക് ശുണ്ടൂന് കുറച്ച് കപ്പ കൊടുക്കാം. കോഴി മൊത്തമുണ്ടല്ലോ കയ്യില്. ചെന്നെ ഇതാ നിന്റെ സാധനം. നല്ല ടേസ്റ്റ് ഉണ്ട്. മുറിഞ്ഞു വരാത്തെ പോടാ നല്ല ഗുണ നിന്റെ പോയ തിരിച്ചു വന്നോളൂ. വേണ്ട എനിക്ക് രണ്ടെണ്ണമുണ്ട്. ഒരു മിനിറ്റേ. അവിടെ മൂലെ പോയിട്ട് എന്നാ ചെയ്യുന്നത്? ഞാനെന്ന് പറയും. ഞാൻ അമ്മൂസ എങ്ങോട്ട് നോക്ക്.
എടുത്തിട്ട് പോടാ. നീ ചെയ്ത് തവർ നീ എങ്ങനെ പോവോ? അപ്പം നമ്മൾ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ കൂടെ കൂടുക. ബൈ.